ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മേഡത്തിനോട് സേതുവും പല്ലവിയും സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തി, അതുപോലെ തെളിവുകളും കൊടുത്തു. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവനെ എനിക്ക് അറിയാമെന്നും ഇവനെ പൊക്കിക്കോളാമെന്നും നിരഞ്ജന മേഡം അവരോട് പറയാം. പിന്നെ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ആകെ ഉള്ളത് ഈ ഒരു തെളിവ് മാത്രം, അതായത് ആ ഒരു ബില്ല് മാത്രമല്ലേ ഉള്ളൂ. സംഭവം നടക്കുന്നതിന് തൊട്ട് മുൻപ് അവൻ പെട്രോൾ വാങ്ങിയിരുന്നു എന്നുള്ളതിനും നമുക്ക് ഇപ്പൊ തെളിവുണ്ട്. അത് വെച്ച് മാത്രം ഇവനെ പൂട്ടാനായിട്ട് പറ്റത്തില്ലെന്ന കാര്യവും പറഞ്ഞു. പെട്രോൾ അവൻ വാങ്ങിയത് ക്യാനിലല്ലേ, എന്തിനവൻ ക്യാനിൽ വാങ്ങിച്ചു? അതിനുള്ള ഉത്തരം പറയാനുള്ള ബാധ്യത അത് അവനുണ്ടല്ലോ എന്നുള്ള കാര്യം നമ്മുടെ പല്ലവി പറയാം. അപ്പോൾ പെട്രോൾ പമ്പിൽ നിന്ന് അവൻ സഞ്ചരിച്ച റൂട്ട് നമുക്ക് കണ്ടെത്താം. CCTV നോക്കിയാൽ അതൊക്കെ കിട്ടത്തില്ലേ മേഡം എന്ന് ചോദിക്കുമ്പോൾ എല്ലായിടത്തും കിട്ടണമെന്ന് നിർബന്ധമൊന്നും ഇല്ല, എന്നാലും കുറേയൊക്കെ കിട്ടുമെന്ന് ഈ മേഡം പറയുക. അപ്പോൾ പെട്രോൾ പമ്പിൽ നിന്ന് അവൻ ക്യാനിൽ പെട്രോൾ വാങ്ങിയ ആ ഒരു സമയം, വണ്ടി കത്തിയ സമയം, പെട്രോൾ പമ്പിൽ നിന്ന് വണ്ടി കിടന്നിടത്തേക്കുള്ള ദൂരം, ആ ദൂരം സഞ്ചരിക്കാൻ എടുക്കാനുള്ള സമയം, ഇതൊക്കെ വെച്ച് തൽക്കാലം നമുക്കത് ഫ്രെയിം ചെയ്യാമെന്നുള്ള കാര്യങ്ങളും മേഡം ഇവരോട് പറയുക. അപ്പം അതൊക്കെ കേട്ടപ്പോൾ ഇവരും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. അപ്പം നമുക്ക് അവനെ പിടിക്കാം, നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് നോക്കാം. നല്ലൊരു ഇൻട്രോഗേഷൻ നടന്നാൽ അവൻ സത്യം പറയുന്ന ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പം ചെയ്തത് ആരാണെന്ന് മനസ്സിലായി. ഇനി പറയേണ്ടത് ചെയ്യിച്ചത് ആരാണെന്നുള്ള കാര്യവും ചില സംശയങ്ങളൊക്കെ ഉണ്ട് എനിക്ക്, ചില പേരുകൾ എന്നും പറഞ്ഞ് നമ്മുടെ പല്ലവി പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോൾ ഇങ്ങനെ നോക്കുക, ആ ക്രിമിനൽ പറയുന്നത് അവരുടെ ഒന്നും പേരാവരുതേ എന്ന് ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നുള്ള കാര്യം പല്ലവി ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ സേതു ഇങ്ങനെ പല്ലവിയെ നോക്കുക. ശരിക്കും എന്തായാലും നമുക്ക് അന്വേഷണം കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ആലോചിച്ചാൽ പോരെ, മുഖ്യപ്രതി പിടിയിലാവട്ടെ, ബാക്കിയൊക്കെ അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാമെന്നും ആ മേഡം പറഞ്ഞു. അപ്പം ശരിയെന്നും പറഞ്ഞു ഇവർ. അപ്പം ശരിയെന്നും പറഞ്ഞ് ഇവർ പിരിഞ്ഞു കേട്ടോ. അപ്പം മേഡം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പല്ലവിയും സേതുവും കൂടി ഇങ്ങനെ അവിടെ ആലോചിച്ച് നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന പൊന്നുമടത്തിൽ പൂർണിമ 2 മക്കളെയും വിളിച്ചു. അതായത് 2 പൂതന മക്കളുണ്ടല്ലോ അവിടെ. പോലീസിന് ഇതുവരെ പ്രതിയെ പിടിക്കാൻ പറ്റിയിട്ടില്ലെന്നും കഷ്ടമല്ലേ അത്, എത്ര ദിവസമായി എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പൂർണിമ പറയുമേ. എന്ത് കഷ്ടം? ഒരു കഷ്ടവും ഇല്ല, അതാരും കത്തിച്ചതൊന്നും ആയിരിക്കത്തില്ല അമ്മേ, അതൊക്കെ സ്വയം കത്തിയതായിരിക്കും എന്നൊക്കെ പല്ലവി ഈ ഋതിക പറയുമ്പം കത്തിച്ചത് തന്നെ, എൻ്റെ മനസ്സ് അങ്ങനെയാ പറയുന്നതെന്ന് പൂർണിമ പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് സ്വാതി ചോദിക്കുമ്പോൾ സംശയമല്ലല്ലോ, തെളിവല്ലേ വേണ്ടതെന്ന് ചോദിച്ചു പൂർണിമ. അങ്ങനെയെങ്കിൽ എനിക്ക് തോന്നുന്നത് അതാ നിഖിലാകുമെന്നാണെന്നുള്ള കാര്യം പറഞ്ഞു ഋതിക. കല്യാണം മുടങ്ങിയതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ചെയ്തത് ആരാണെങ്കിലും കത്തിച്ചത് ഒട്ടും ശരിയായില്ല. ഹരിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ആര് സമാധാനം പറഞ്ഞേനെ എന്ന് പൂർണിമ ചോദിക്കുക. ശരിയാണ്, നമുക്ക് അവനെ ഇഷ്ടമല്ല എന്ന് കരുതി അങ്ങനെ നമ്മൾ അവനെ ദ്രോഹിക്കുകയാണോ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതിന് നമ്മളല്ലല്ലോ അമ്മയെന്ന് ചോദിച്ചു ഋതിക. ആരാണെന്ന് തെളിയാൻ പോകുന്നതല്ലേ ഉള്ളൂ. എനിക്ക് ഉറപ്പുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരുമെന്ന്. ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല. പോലീസിന് കഴിവുണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം പ്രതിയെ പിടിച്ചേനെ. പ്രതിയെ പിടിക്കരുതെന്ന് നിനക്ക് നിർബന്ധമുള്ളതുപോലെയാണല്ലോ തോന്നുന്നതെന്ന് അമ്മ മോളോട് ചോദിച്ചു. അല്ല, സംസാരം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നണത്. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? എന്നെ എന്താ അമ്മയ്ക്ക് വല്ല സംശയമുണ്ടോ എന്ന് മകള് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ ആരെയും വിശ്വാസമില്ലെന്ന് അമ്മ അങ്ങ് പറഞ്ഞു കേട്ടോ. പിന്നെ അച്ചു എന്നെ ചതിച്ചു, അതുപോലെ നീയും ചതിക്കില്ലെന്നൊക്കെ ആര് കണ്ടു എന്ന് പൂർണിമ ചോദിക്കുക. ഒരു സത്യം എല്ലാവരും മനസ്സിലാക്കിയാൽ കൊള്ളാം. അച്ചുവും ഹരിയും തമ്മിലുള്ള വിവാഹം നടന്നതിൽ എനിക്ക് നല്ല പ്രതിഷേധമുണ്ട്, അത് സത്യമായ കാര്യമാണ് എന്ന് കരുതി ആ ബന്ധം തകരണമെന്നോ ഹരിക്ക് എന്തെങ്കിലും പറ്റണമെന്നോ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന കാര്യവും പൂർണിമ ഇവളുമാരോട് പറയുക കേട്ടോ. അത് കേട്ടപ്പോൾ ഋതിക ഒന്ന് ഞെട്ടി. ഹരിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ബാധിക്കാൻ പോകുന്നത് എൻ്റെ മോളെയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ എനിക്കുണ്ടെന്ന കാര്യവും പൂർണിമ ഇവളുമാരോട് പറഞ്ഞു. അവളുടെ നെറ്റിയിലെ സിന്ദൂരം തുടച്ചുകൊണ്ടുള്ള ഒരു പകയും നടപ്പിലാക്കാനേ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല എന്നും പൂർണിമ പറഞ്ഞു വെച്ചു. ഈ വയറ്റിൽ നിന്ന് തന്നെ അവളും വന്നത്, എൻ്റെ മകള് തന്നെയാ അവളും. അവളെ കണ്ണുനീര് കുടിപ്പിക്കാനേ ഞാൻ ഒരിക്കലും തയ്യാറാകില്ല എന്നും നിങ്ങളും അതിന് ശ്രമിക്കരുതെന്നും പൂർണിമ മക്കളോട് പറയുമ്പോൾ അതിന് ഞങ്ങൾ എന്ത് ചെയ്തു എന്നാ പറയുന്നേ? അപ്പൊ ചെയ്തു എന്നല്ല, ചെയ്യരുതെന്നാ പറഞ്ഞത്. അതാ ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായോ എന്ന് ചോദിച്ച് അമ്മ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അമ്മയുടെ മുന്നിൽ കിടന്ന് മക്കൾ അഭിനയിച്ച് തകർക്കുവാണേ. അമ്മ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഋതിക അവിടെ നിന്ന് ആലോചിക്കുക. അപ്പൊ സ്വാതി ചോദിച്ചു, അമ്മ എന്താ ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞേ? അത് അമ്മയ്ക്കിപ്പോൾ അവരോട് സ്നേഹം കൂടിയിട്ടുണ്ടെന്ന് ഋതിക പറയുമ്പം അങ്ങനെയൊന്നും ഉണ്ടായിരിക്കത്തില്ല, അമ്മയ്ക്ക് ഇപ്പോഴത്തെ സങ്കടത്തിൽ പറഞ്ഞതായിരിക്കും. അമ്മ ഒരിക്കലും ചേച്ചിക്ക് മാപ്പ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീഹരിയെ ഒരിക്കലും മരുമകനായി അംഗീകരിക്കുകയും ഇല്ല എന്നും അടച്ചൊരധ്യായം തുറക്കുമെന്ന് കരുതണ്ട ചേച്ചി, അത് അടച്ചു കഴിഞ്ഞതാണെന്നും എന്നേക്കുമായിട്ട് അത് അടച്ചതാണെന്നും അനിയത്തി ചേച്ചിയോട് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി. പക്ഷെ
ഋതു അതൊന്നും വിശ്വസിക്കുന്നില്ല. ഋതു അവിടെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഇന്ദ്രനെ ആട്ടോ. ഇന്ദ്രൻ ദേ ചെല്ലുന്നു നമ്മുടെ പല്ലവിയുടെ വീട്ടിലേക്ക്. പല്ലവിയുടെ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ശോഭാമ വന്ന് വാതിൽ തുറന്നു. തുറന്നപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദ്രനെ കണ്ടപ്പോൾ അമ്മ ഞെട്ടിപ്പോയി കേട്ടോ. അമ്മ, മമ്മി എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഇവന് ഓടി അകത്തേക്ക് കയറുക. അപ്പൊ എടാ, നീ എങ്ങോട്ട് കയറി പോവാ, നീ എങ്ങോട്ടാ പോകുന്നതെന്നാ ചോദിച്ചേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പുള്ളിക്കാരി പിന്നാലെ ചെല്ലും. അമ്മ, അച്ഛനില്ലേ അമ്മേ? ആരുടെ അച്ഛൻ? അപ്പൊ പല്ലവിയുടെ അച്ഛൻ. എന്റെയും കൂടെ അച്ഛനല്ലേ അമ്മേ? മാഷേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശോഭാമ വിളിക്കപ്പോഴത്തേക്ക് മാഷ് വന്നു. അച്ഛാ, വാ ഇറങ്ങി വാ അച്ഛാ, ഇവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ അച്ഛനെ കെട്ടിപ്പിടിക്കാൻ ചെല്ലുക ഇന്ദ്രൻ. അപ്പോൾ അല്ല, എന്തിനോ അച്ഛൻ വായിക്കുന്നതെന്ന് ചോദിച്ചു. കയ്യിൽ നിന്ന് പേപ്പറും വലിച്ചു മേടിച്ചിട്ട് ചരമക്കോളാണോ വായിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കേട്ടോ. ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നാൽ മതി വെച്ചാ ഇതിലൊരു പടമൊക്കെ വരുത്തണ്ടേ നമുക്ക്. അപ്പം എൻ്റെ അല്ല, നിന്റെ പടം ഉണ്ടോ എന്ന് നോക്കിയത്, ഇറങ്ങടാ പുറത്ത് എന്ന് അച്ഛൻ പറയുമ്പം കള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങിയതുള്ളൂ. അമ്മേ, കം ടു ദ പോയിന്റ്. ഞാനേ ഒരാലോചനയും കൊണ്ട് വന്നതാ. എൻ്റെ അനിയൻ വിശ്വജിത്ത് നിങ്ങളുടെ രണ്ടാമത്തെ മകനുമായിട്ട് ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അവൻ്റെ ചേട്ടൻ എന്നുള്ള നിലയ്ക്ക് ആ ഒരു കല്യാണം നടത്തി കൊടുക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. അപ്പോൾ ആ കല്യാണം നീ നടത്തി കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ, കല്യാണോ? ആരുടെ കല്യാണം? അവനെ കൊന്നു കളയും ഞാനെന്നും പറഞ്ഞിങ്ങനെ ശോഭാമ പറയുമ്പം, ആരെ? മകളെയാണോ കൊല്ലാൻ പോകുന്നത്, അതോ എൻ്റെ അനിയനെയാണോ കൊല്ലാൻ പോകുന്നത്? എൻ്റെ അമ്മ അത്രയ്ക്കൊക്കെ കടന്ന് ചിന്തിക്കണമെന്ന് ചോദിച്ചു. ഇവൻ അവിടെ കിടന്ന് ഇങ്ങനെ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് അപ്പം നിൻ്റെയൊക്കെ പൂതി മനസ്സിലിരിക്കത്തേ ഉള്ളടാന്നും പറഞ്ഞുകൊണ്ട് ശോഭാമ പറഞ്ഞു, ഇറങ്ങടാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ദ്രൻ ഇതെല്ലാം കേൾക്കുന്നുണ്ടോ? ഇന്ദ്രൻ അവിടെ ഇരുന്ന് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞു പഠിപ്പിക്കുക. അവർക്ക് തമ്മിൽ പിരിയാൻ പറ്റത്തില്ല, അവർ തമ്മിൽ അങ്ങനെയാണ്, അവർ തമ്മിൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ്. വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും വീണ്ടും ഇവനോട് ഇങ്ങനെ പറയുമ്പം, ഞാൻ പോകാം, പക്ഷെ എന്നെ ഇറക്കി വിട്ടത് കൊണ്ട് മാത്രം ഈ പ്രശ്നം ഇവിടെ തീരാൻ പോകുന്നില്ല. ഈ പ്രേമം അത് സത്യമാണ്, അത് ദിവ്യമാണ്, അത് അജയ്യമാണ്. ഇരകൾ പൊഴിയാത്തൊരു മരത്തിന്റെ തണൽ ചില്ലയിലിരുന്ന് പരസ്പരം കൊക്കുകൾ ഒരുമി രസിക്കുന്ന രണ്ട് ഇണക്കുരുകളെ പിരിക്കാൻ ശ്രമിക്കരുതമ്മേ അച്ഛാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനിങ്ങനെ പറയാം. അത് നിങ്ങൾ ശ്രമിച്ചാലും ഞാൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ അവരുടെ മനസ്സിൽ തീ കോരിയിട്ടിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. ഇവൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പാറു ഇറങ്ങി വന്നു. എന്താന്ന് ചോദിച്ചു. എന്തിനാടി ഞങ്ങളെ ഇങ്ങനെ ഇട്ട് തൊലപ്പിക്കുന്നത്? തൃപ്തി ആയില്ലേടി നിനക്ക്? ഒരായുസിൽ അനുഭവിക്കാവുന്നത് മുഴുവൻ ഞങ്ങൾ സഹിച്ചു കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാം. എന്തിനാടി ഇങ്ങനെ വീണ്ടും ഞങ്ങളിട്ട് ദ്രോഹിക്കുന്നതെന്നൊക്കെ ചോദിച്ച് പാറുവിനെ വഴക്ക് പറയാം. എന്നെ ദൈവമേ, മടുത്തി ജീവിതം എന്ന് പറഞ്ഞ് അമ്മ കാറ് കൂവി അകത്തേക്ക് കയറി പോകുമ്പോൾ, നിന്റെ പേരും പറഞ്ഞു മേലിൽ അവൻ ഈ വീട്ടിൽ വരരുതെന്നും അത് ഉറപ്പ് വരുത്തേണ്ട ബാധ്യത നിനക്കാണെന്നും നിനക്ക് മാത്രമാണെന്നും പറഞ്ഞുകൊണ്ട് അച്ഛനും പാറുവിനെ പറഞ്ഞു വഴക്ക് പറഞ്ഞിട്ട് അകത്തേക്ക് പോയി. പാറുവാണെങ്കിൽ അവിടെ നിന്ന് ഭയങ്കര കരച്ചില്. അത് കഴിഞ്ഞിട്ട് പാറു പിന്നതേ വിശ്വനെ കാണാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. വിശ്വൻ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ വിശ്വൻ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പാറു വിശ്വനോട് ചൂടായി. വിശ്വനെ അറിഞ്ഞുകൊണ്ടാണോ ഇതൊക്കെ എന്ന് പാറു ചോദിക്കുമ്പോൾ, മനസ്സിലായില്ല. പെണ്ണ് ചോദിക്കാനേ ഏട്ടൻ വീട്ടിൽ വന്നായിരുന്നു. ആ വരവ് അനിയൻ്റെയും കൂടെ സമ്മതത്തോടെയാണെന്നാണ് ഞാൻ ചോദിച്ചതെന്ന് ഇങ്ങനെ പറയുമ്പോൾ, ഏട്ടൻ പെണ്ണ് ചോദിക്കാൻ വന്നെന്നോ? എവിടെ വന്നെന്ന്? അപ്പോൾ വേറെ എവിടെയെങ്കിലും പോയാൽ അന്വേഷിക്കേണ്ട ബാധ്യത എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞു നമ്മുടെ പാറുവെ. എൻ്റെ വീട്ടിൽ നിൻ്റെ ഏട്ടൻ വന്നു വിശ്വന് വേണ്ടി എന്നെ പെണ്ണ് ചോദിക്കാനെന്ന് പറയുമ്പോൾ, എന്തു പണി ഈ ഏട്ടൻ കാണിച്ചെന്നൊക്കെ വിശ്വൻ ചോദിക്കുന്നുണ്ട്. എൻ്റെ അറിവോടെ അല്ല, ഞാൻ പറഞ്ഞിട്ടല്ല വന്നത്, ഞാൻ അറിഞ്ഞില്ല. അപ്പം ഞാനിത് എങ്ങനെ വിശ്വസിക്കും എന്ന് പാറു ചോദിച്ചു. അപ്പോൾ വിശ്വൻ ആകെ ധർമ്മസങ്കടത്തിലായി. അപ്പോൾ അത് ശരിയാ, ഈ പറയുന്ന സംഭവങ്ങൾ മുഴുവനും ഇപ്പോൾ വിശ്വൻ്റെ അറിവോടുകൂടിയാണ് ആണെന്ന് തന്നെ എനിക്ക് സംശയം. വിശ്വൻ എന്നോട് പറഞ്ഞു വെച്ചിരുന്നതെല്ലാം ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് മാറിപ്പോയെന്ന് പറയുമ്പോൾ, ഏട്ടൻ്റെ സ്വഭാവം പാറുവിന് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു. അറിയാമായിരുന്നു, പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും വേദനിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പാറു വിശ്വനോട് ദേഷ്യപ്പെട്ടു. വിശ്വൻ നേരെ എന്നിട്ട് വീട്ടിലോട്ടാണ് പോയത്. വീട്ടിലോട്ട് ചെന്നിട്ട് ഇവനോട് ചോദിക്കാം, എന്നോട് ചോദിക്കാതെ നിങ്ങൾ എന്തിനാ പാറുവിൻ്റെ വീട്ടിൽ പോയെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യ വീട് കൂടി അത്, നിൻ്റെ പാറുവിൻ്റെ വീട് മാത്രമല്ല എന്ന് ചേട്ടൻ. അവിടെ പോകാൻ എനിക്ക് നിന്റെ അനുവാദത്തിൻ്റെ ആവശ്യമില്ല. പോയത് സ്വന്തം ഭാര്യയുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടിയല്ലല്ലോ, എൻ്റെ കല്യാണം ആലോചിക്കാനല്ലേ എന്ന് വിശ്വൻ ചോദിച്ചു. അപ്പോഴത്തേക്കും അമ്മ ഇത് കേട്ടോണ്ട് ഓടി വരുവാ. എന്തേ സംഭവിക്കുന്നതെന്ന് ഓർത്തെ. എടാ, കല്യാണമോ? നിന്റെയോ? ആരുമായിട്ട്? എന്താടാ ഇത്? അപ്പം നിൽക്കല്ലേ, ചോദിച്ചു നോക്കാൻ പറഞ്ഞു വിശ്വൻ. അപ്പോൾ എടാ, ശരിയാണോടാ, ഇവൻ്റെ കല്യാണം ആലോചിക്കാൻ നീ എവിടെയെങ്കിലും പോയോടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ, പോയി, ഇവൻ്റെ കാമുകിയുടെ വീട്ടിൽ പോയി. എന്താ അത് തെറ്റാണോ? അല്ലെങ്കിൽ തന്നെ എൻ്റെ അമ്മ അവിടെ ഇവിടെ നടന്ന് നാറ്റിക്കുന്നതിനേക്കാളും നല്ലതുള്ള നേരത്തെ പിടിച്ച് കെട്ടിക്കുന്നതല്ലേ ഒരു ചേട്ടൻ്റെ കടമയാണ് ഞാൻ ചെയ്തതെന്നും പറഞ്ഞിങ്ങനെ പറയൂ കേട്ടോ. അവളാണോ ആ പെണ്ണ്, ആ പാർവതി എന്ന് പറയുന്നവള്? അതെ. നിനക്ക് ഇത്രയ്ക്ക് ബോധമില്ലാതായി പോയില്ലോടാന്ന് ചോദിച്ചുകൊണ്ട് അമ്മ ദേഷ്യപ്പെടുക. നിന്നോടാരാടാ അവിടെ പോയി പെണ്ണ് ചോദിക്കാൻ പറഞ്ഞു എന്ന് ചോദിച്ചു.
അവിടെ ചേച്ചി നിന്റെ തലയടിച്ച് പൊട്ടിച്ചതൊക്കെ നീ ഇത്ര പെട്ടെന്ന് മറന്നു പോയോടാ എന്ന് ചോദിക്കുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ഇന്ദ്രൻ. അങ്ങനെ ഇറങ്ങിപ്പോയ അവളെ ഇവിടെ തിരിച്ചെത്തിക്കണ്ടേ അമ്മേ? അനിയത്തി ഇവിടെ വന്ന ചേച്ചിയും താനും ഇവിടെ വന്നോളും. അത് ഉറപ്പുള്ള കാര്യമല്ലേ അമ്മേ എന്ന് ചോദിക്കാം. അനിയത്തിയും വരില്ല, ചേച്ചിയും വരില്ല. അങ്ങനെ വല്ല മോഹം ഉണ്ടെങ്കിലേ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതിയെന്ന് വിശ്വൻ അന്നേരം പറഞ്ഞു. കെട്ടാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാടാ നീ ആ പെണ്ണിനെയും കൊണ്ട് നടക്കുന്നത് എന്ന് ഇന്ദ്രൻ ചോദിക്കാം. ഓ, നീ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ലിവിങ് ടൂതർ അതല്ലാണോ? അപ്പം ചേട്ടനായി പോയി, അല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞേനെന്നും പറഞ്ഞുകൊണ്ട് വിശ്വൻ തൻ്റെ സ്വഭാവം അല്ല എനിക്കെന്നും വിശ്വൻ ഇന്ദ്രനോട് പറയുകയും ചെയ്തു കേട്ടോ. ഹ എന്നും പറഞ്ഞു ഇന്ദ്രൻ അങ്ങ് ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ഡെമ്പൽ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. അമ്മയ്ക്ക് ഇതുവെല്ലാം പിടിക്കാൻ പറ്റുമോ? എൻ്റെ അമ്മ ഇത് മുടിഞ്ഞു വെയിറ്റാണല്ലോ എന്ന് പറഞ്ഞ് അമ്മ ഇത് നിലത്തിട്ടു. പിന്നെ നീ വിശുദ്ധനല്ലേ? വിശുദ്ധൻ. എടാ, ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിനെ ഒരേ ഒരർത്ഥമേ ഉള്ളൂ. അല്ലെങ്കിൽ വേണ്ട, അമ്മ ഇവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഞാനത് വ്യക്തമായിട്ട് നിനക്ക് പറഞ്ഞു തന്നേനെ. എടാ, നിങ്ങൾ തമ്മിലുള്ള കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. നീ അതിന് തയ്യാറാവുകയും വേണം. അപ്പോൾ സൗകര്യം ഇല്ലെങ്കിലോ എന്ന് വിശ്വൻ ഇവനോട് ചോദിച്ചു. ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോണേ വീട്ടിൽ നിന്ന്. അപ്പോൾ എടാ ഇന്ദ്രൻ നീ എന്തൊക്കെയാടാ ഈ പറയുന്നതെന്ന് അമ്മ ചോദിച്ചു. അമ്മയൊന്നും മിണ്ടാതിരിക്കും. ദേ, ഈ വീട്ടിലെ കാരണവരിപ്പോൾ ഞാനാ. ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ അനുസരിക്കണം. അത് അമ്മയടക്കം സകലരും അനുസരിച്ചിരിക്കണം. അല്ലാത്ത പക്ഷം ഈ ഉള്ളവർ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്ന് ഇന്ദ്രൻ പറഞ്ഞപ്പം ഇല്ല, നിൽക്കുന്നില്ല. അല്ലെങ്കിലും ഇവിടെ ഞാൻ കുറേ മടുത്തതാ. ഒരുപാട് നാളായി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെന്ന് വിചാരിച്ചിട്ട്. ഇനി ഒരിക്കലും ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ച് വരികയില്ല എന്ന് പറഞ്ഞ് വിശ്വം പോകുമ്പോൾ മോനെ വിശ്വം എന്നും പറഞ്ഞ് അമ്മ പിന്നാലെ ചെന്നവൻ ദേഷ്യത്തിൽ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് അമ്മ പിടിച്ച് നിർത്തിയപ്പോഴത്തേക്കും അമ്മ അങ്ങ് പോ എന്നും പറഞ്ഞുകൊണ്ട് വിശ്വൻ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോയി. അപ്പോൾ എടാ അവൻ പോയടാ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ചെല്ലുമ്പം എൻ്റെ അമ്മ അവൻ പോണെങ്കിൽ പോട്ടെ, പോയാൽ എവിടം വരെ പോവാനാ? പട്ടിണി കിടന്ന് മടുക്കുമ്പോൾ അവൻ താനേ തിരിച്ചു വന്നോളൂ എന്നും പറഞ്ഞുകൊണ്ട് മകൻ അമ്മയോട് പറഞ്ഞു. ഈശ്വര, എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞ് പോയെന്നും പറഞ്ഞു നെഞ്ച് തടിയും നിലവിളിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അമ്മ. അപ്പോൾ നീ എന്തിനോടോ ഇപ്പോൾ അവിടെ പോയെന്ന് ചോദിക്കുമ്പം അത് കൊള്ളാം, എനിക്ക് വേണ്ടി പല വീട് ആലോചന കൊണ്ടുവന്നത് ഞാനാണോ? അല്ലല്ലോ, മറ്റുള്ളവർക്ക് എന്ത് വേണമെങ്കിലും ആകാം, എനിക്കൊന്നും പാടില്ല അല്ലേ? ഞാൻ പറയുന്ന കാര്യം കേട്ട് അടങ്ങി ഒതുങ്ങി കൂടെ കിടന്നോളാം, മനസ്സിലായോ എന്ന് ചോദിച്ചുകൊണ്ട് ഇവൻ ഒരു പേരും പേടിപ്പിച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ ആശുപത്രിയിൽ നമ്മുടെ ഹരിക്ക് മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്ത് അച്ചു ഇങ്ങനെ കൂടെയുണ്ട്. ആ സമയത്താണ് സേതുവും പല്ലവിയും കൂടെ ബില്ലുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അത് ഡിസ്ചാർജായി. ബില്ല് എത്രയാ സേതുവേട്ടാന്ന് ചോദിക്കുമ്പോൾ അത് എത്രയായാലും എന്താ, ഞങ്ങൾ അടച്ചോളാമെന്ന് പല്ലവി പറഞ്ഞു. അത് കേട്ടപ്പോൾ അത് വേണ്ട, ബില്ലടയ്ക്കാനുള്ള കാശ് ഞങ്ങൾ തന്നോളാമെന്ന് പറഞ്ഞു അച്ചു. അതൊന്നും സാരമില്ല അച്ചു എന്ന് പല്ലവി പറയും കേട്ടോ. അപ്പോൾ സാരമുണ്ട്, എനിക്കതിൽ സാരമുണ്ടെന്ന് അച്ചു പറഞ്ഞു. പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ ഹരി തനിച്ചല്ലല്ലോ. ഞാൻ ഭാര്യയായിട്ട് ഇരിക്കുമ്പോഴേ ഹരിയുടെ ബില്ല് നിങ്ങളെ കൊണ്ട് അടപ്പിക്കാൻ ഞാൻ സമ്മതിക്കുമോ എന്ന് അച്ചു ഇങ്ങനെ ഇവരോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. അപ്പോൾ ഹരിക്കാണെങ്കിൽ ആകെ ഒരു വിഷമം. ഹരി ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ അവരുടെ ആഗ്രഹമല്ലേ, നമ്മളായിട്ട് ഇനി എതിരെ നിൽക്കേണ്ട കാര്യമുണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് സേതു ആ ബില്ല് അച്ചുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അപ്പം ഞങ്ങൾ പുറത്തുണ്ടാകും, അടച്ചിട്ട് വന്നാൽ മതി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് പോയി. അങ്ങനെ അവർ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഹരി ഇങ്ങനെ ആകെ വെപ്രാളം കയറി ഇങ്ങനെ ഇരിക്കുക. എവിടുന്ന പൈസ, എങ്ങനെ അടയ്ക്കും എന്നോർത്ത്. അച്ചു നല്ല കൂളായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്നു. ബില്ലടയ്ക്കാനുള്ള കാശ് ഇല്ലെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതെ ഇല്ല, പിന്നെന്തിനാ ബില്ല് വാങ്ങി? അപ്പം അത് അടയ്ക്കാനാണെന്ന് പറഞ്ഞു. അതിന് കാശ് വേണ്ടെന്ന് ഹരി ചോദിക്കുമ്പം അതിനല്ലേ സ്വർണ്ണം ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഹരിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. പെട്ടെന്ന് അച്ചുദേ കട്ടിലേക്ക് കയറിയിരുന്നു ഹരിയുടെ അരികിലേക്ക്. എന്നിട്ട് കാലിങ്ങനെ നീട്ടി വെച്ച് കാലേ കിടക്കണ നമ്മുടെ പോലീസ് കാണിച്ചു കൊടുക്കുക. അപ്പം പോലീസ് കാണിച്ചു കൊടുത്തപ്പം ഈ പാരദസർ നഴിച്ചു തരാൻ പറഞ്ഞു. അയ്യോ അത് വേണ്ട അച്ചു, എൻ്റെ ആശുപത്രി ബില്ല് അടയ്ക്കാൻ തൻ്റെ സ്വർണ്ണമൊന്നും പണയം വെക്കരുതെന്ന് പറയുമ്പോൾ സേതുവേട്ടനെ കൊണ്ട് ബില്ല് അടപ്പിക്കാം, അതിൽ പ്രശ്നമൊന്നുമില്ല അല്ലേ? എൻ്റെ സ്വർണം പണയം വെക്കാൻ പാടില്ല അല്ലേ? ഇതെന്താ ഹരി ഇങ്ങനെ? അത്രയ്ക്ക് ദുരഭിമാനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ ഭർത്താവിൻ്റെ ആശുപത്രി ചെലവ് വേറൊരാൾ വഹിക്കുന്നതിൽ എനിക്ക് എതിർപ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചു ഇങ്ങനെ പറയാം. കുറച്ചൊക്കെ അഭിമാനം എനിക്കും ഉണ്ടെന്നങ്ങ് കൂട്ടിക്കോ, നമ്മൾ ഈ പാദസരം പണയം വെക്കും, ബില്ല് അടയ്ക്കുകയും ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് അച്ചു അതും ഇതും പറഞ്ഞ് തടസ്സപ്പെടാതെ മര്യാദയ്ക്ക് ഊരി തരാൻ നോക്കാൻ പറഞ്ഞു അച്ചു. അങ്ങനെ ഹരിയെ കൊണ്ട് നമ്മുടെ അച്ചു ആ കൊലുസ് ഊരിപ്പിച്ചു. അങ്ങനെ ഹരി ആ കൊലുസ് ഊരി അച്ചുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക കേട്ടോ. വിഷമിച്ചോ ആണെങ്കിലും ഊരി കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അതെ ഊരി കൊടുക്കണം. അങ്ങനെ ഊരി ആ കൊലുസ് അച്ചുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാനിതേ പല്ലവി ചേച്ചിയെ ഏൽപ്പിക്കാൻ പോവാണെന്ന് പറഞ്ഞു. പണയം വെക്കാൻ പോകുന്നതേ ചേച്ചി ആയിരിക്കും എന്ന് പറഞ്ഞു. അയ്യോ അത് നാണക്കേടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു നാണക്കേടും ഇല്ല, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണെന്ന് അച്ചു ഹരിയോട് പറയുക. എന്നിട്ട് അതേ പാദസരം ഊരാൻ വേണ്ടിയാണെങ്കിലും എന്നെ ഒന്ന് തൊട്ടല്ലോ, അത് മതിയെന്ന് നമ്മുടെ
അച്ചു അന്നേരം ഹരിയോട് പറഞ്ഞ് ഹരി അന്നേരം ഇങ്ങനെ അന്തം വിട്ട് അച്ചുവിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ വിങ്ങിപ്പൊട്ടി പാവ ഇരിക്കുന്നിട്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. നന്ദി.